friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന്റെ നമ്മൾ മുമ്പ് ഒരു എക്സാം ടൈപ്പ് ഒരു മോഡൽ എക്സാം എഴുതിയായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. അപ്പോൾ ആ ഒരു എക്സാം എഴുതാത്തവർ നേരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് പോവുക. അവിടെ അതിന്റെ ലിങ്ക് കിടപ്പുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് ഇതിലേക്ക് വരിക കേട്ടോ. കാരണം അത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സാമാണ്. ഇത് ഡയറക്റ്റ് ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള എക്സാം ആയിരിക്കുമോ എന്നുള്ളത്. ഇതിൽ MLTന്റെ പോർഷൻസ് ഒക്കെ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. പക്ഷേ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി കുറച്ച് നല്ലൊരു അറിയാവുന്ന ഒരാൾക്ക് മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇട്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻ ജസ്റ്റ് പറഞ്ഞിട്ട് പോകുന്നത് മാത്രമല്ല, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഈ നമ്മുടെ ചാനലിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രീൻ്റെ പോർഷൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം നമുക്കിനി ഉണ്ടാവുമോ എന്നറിയില്ല. കാരണം ആകെ ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പം MLTന്റെ പോർഷൻസ് ഏകദേശമായി. ഇനി ഒരു മൊഡ്യൂളും കൂടെ ഉള്ളൂ. അത് ഒരു 2 വീഡിയോസിലൂടെ നമുക്കത് തീർക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നമുക്ക് എടുത്ത് തീർക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന 15 ക്വസ്റ്റ്യനിൽ ഏകദേശം ആ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ അതുകൊണ്ട് പിന്നെ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. MLT ചിലത് മാത്രമേ ടൈറ്റ് ആയിട്ടുള്ളതുള്ളൂ, ബാക്കിയൊക്കെ എഴുതാൻ കഴിയും. അപ്പോൾ ചുരുങ്ങിയതൊന്ന് നിങ്ങൾ ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒരു 55-60 മാർക്കെങ്കിലും വാങ്ങാൻ ശ്രമിക്കുക. ചുരുങ്ങിയത് ഒരു 50 മാർക്കെങ്കിലും ഇതിന് വാങ്ങാൻ ശ്രമിക്കണം. കാരണം ഫിസിക്സ് കെമിസ്ട്രി ബയോ കുറച്ചൊരു ടൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കി MLTന്റെ ഭാഗത്തു നിന്നുള്ള 50 ക്വസ്റ്റ്യൻ ഏകദേശം എല്ലാവർക്കും തന്നെ കിട്ടാൻ പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. First question, the type of microscope used for the best demonstration of living unstained spirochetes. A. Compound microscope. B. Polarizing microscope. C. Fluorescent microscope. D. Dark ground microscope. The type of microscope used for the best demonstration of living unstained spirochetes. Answer is ഓപ്ഷൻ ഡി, ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് തന്നെ പറയാൻ മറന്നുപോയി. അതാണ് പറയുന്നത്. ഒരു OMR ഷീറ്റോ ഒരു ബുക്കോ പെന്നോ എടുത്തിട്ട് തന്നെ നിങ്ങൾ ഇതിനിരിക്കണം. എന്നിട്ട് ആൻസർ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് പോസ് ചെയ്ത് ആൻസർ എഴുതിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസർ നോക്കുക. കാരണം നമുക്ക് ഒരുപാട് സമയം കളയാനില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി, ഒരു 3-4 മണിക്കൂർ വീഡിയോ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ആൻസർ എഴുതുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഒന്ന് പോസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. പിന്നെ ആൻസർ എഴുതിയതിന് ശേഷം ആൻസർ കേൾക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് യൂസ്ഡ് ഫോർ ദ ബെസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ലിവിങ് അൺസ്റ്റെയിൻഡ് സ്പൈറോഗേറ്റ്സ്. ആൻസർ ഈസ് ഡി, ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പ്. എന്താണ് ഈ ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഒരു കണ്ടൻസർ ഉണ്ട്. ഈ ഒരു മൈക്രോസ്കോപ്പിൽ ഒരു സ്പെഷ്യൽ കണ്ടൻസർ ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു, ലൈറ്റിനെ സ്കാറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത് റിഫ്ലക്ട് ചെയ്തിട്ട് സ്പെസിമെനുമായിട്ട് അത് സ്കാറ്റർ ചെയ്തിട്ട് സ്പെസിമെനുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു. അതാണ് ഈ ഒരു മൈക്രോസ്കോപ്പിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ലിവിങ് അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്പൈറോഗേറ്റ്സിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ദിസ് മൈക്രോസ്കോപ്പ് കണ്ടെയ്ൻസ് എ സ്പെഷ്യൽ കണ്ടൻസർ ദാറ്റ് സ്കാറ്റേഴ്സ് ലൈറ്റ് ആൻഡ് causes it to reflect off the specimen at an angle. Okay. Then next question, the following are used to detect bacterial motility except. Bacterial motility ഡിറ്റക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൾച്ചേഴ്സ് ഏതൊക്കെയാണ്? സ്ട്രീക്ക് കൾച്ചർ, ഹാങ്ങിങ് ഡ്രോപ്പ്, മാനിറ്റോൾ മീഡിയം, ക്രൈഗോസ് ട്യൂബ്. ഇതിൽ നോക്കുക, മോട്ടിലിറ്റി എക്സെപ്റ്റ് ആണ് കേട്ടോ.
ഉപയോഗിക്കാത്തതാണ് ബാക്ടീരിയൽ മോട്ടിലിറ്റി എക്സെപ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ പാറ്റേണിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ എക്സെപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? സ്ട്രീക്ക് കൾച്ചർ, ഹാങ്ങിങ് ഡ്രോപ്പ്, മാനറ്റോൾ മീഡിയം, ക്രൈഗോസ് ട്യൂബ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, സ്ട്രീക്ക് കൾച്ചർ. എന്താണ് സ്ട്രീക്ക് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? ഒരു സിംഗിൾ കോളനീനെ, ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ സിംഗിൾ കോളനീനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രീക്ക് കൾച്ചർ ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ അതൊരു മിക്സ്ഡ് സ്പീഷീസ് ആവാം, അല്ലെങ്കിൽ ഒരു സെയിം സ്പീഷീസ് ആവാം, സെയിം സ്പീഷീസിലുള്ളതോ അല്ലെങ്കിൽ മിക്സ്ഡ് സ്പീഷീസിലുള്ളതോ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ സിംഗിൾ കോളനി ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രീക്ക് കൾച്ചർ യൂസ് ചെയ്യുന്നത്. എല്ലാം തന്നെ ബാക്ടീരിയൽ മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹാങ്ങിങ് ഡ്രോപ്പ്, മാനറ്റോൾ മീഡിയം, ക്രൈഗോസ് ട്യൂബ്, ഇതൊക്കെ ബാക്ടീരിയൽ മോട്ടിലിറ്റി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രീക്ക് കൾച്ചർ, ഐസൊലേഷൻ ഓഫ് എ സിംഗിൾ കോളനീസ് ഓഫ് മൈക്രോ ഓർഗാനിസം എയ്തർ ഫ്രം എ മിക്സഡ് സ്പീഷീസ് ഓർ ഫ്രം ദ സെയിം സ്പീഷീസ്. Next question, cobweb clouds of CSF indicate. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. Cobweb clouds of CSF indicate cryptococcal meningitis, encephalitis, poliomyelitis, tuberculosis, meningitis. Cobweb clouds of CSF indicate. Answer is option D, tuberculosis, meningitis. The next one, working principle of photoelectric calorimeter. Working principle of photoelectric calorimeter. Option A, Beer-Lambert's law, Lansstein law, Newton's, Mendelian law, Newton's law. Okay, ഇവിടെ ഈ ഒരു ന്യൂട്ടൺസ് ഇല്ല കേട്ടോ, അത് ഞാൻ ഇപ്പുറത്തുനിന്ന് എഴുതിയതിൽ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പം ബിയർ-ലാംബർട്ട്സ് ലോ, ലാൻസ്റ്റൈനേഴ്സ് ലോ, മെന്റലിയൻ ലോ, ന്യൂട്ടൺസ് ലോ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും അല്ലേ. ഫോട്ടോ ഇലക്ട്രിക് കലോറിമീറ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുമാണ്. ഓപ്ഷൻ എ, ബിയർ-ലാംബർട്ട്സ് ലോ. Next question, bacteria having Chinese letter pattern arrangement. Clostridium, Spirogate, Actinomycetes, കൊറൈനെ ബാക്ടീരിയം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പിന്നെ നമ്മുടെ MLTന്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതൊക്കെ. ബാക്ടീരിയ ഹാവിങ് ചൈനീസ് ലെറ്റർ പാറ്റേൺ അറേഞ്ച്മെന്റ് ഈസ് ഓപ്ഷൻ ഡി, കൊറൈനെ ബാക്ടീരിയം. 5D. The next question, the dilution prepared by the RBC pipette, 1/100, 1/200, 1/10, 1/20, 1/50, 1/500, 1/2, 1/4. ഇത് ഒരു വലിയൊരു ക്ലാസ് ആയിട്ട് തന്നെ ഈ RBC പിപ്പറ്റും WBC പിപ്പറ്റും നമ്മൾ ഒരു വലിയ ക്ലാസ് തന്നെ എടുത്തതാണ്. The dilution prepared by the RBC pipette is 1/100, 1/200. ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 1/10 ആൻഡ് 1/220 ആണ് ഏതിൻ്റെത്? WBC പിപ്പറ്റിൻ്റെത്. അത് ഓർത്ത് വെച്ചേക്കുക, ഡൈല്യൂഷൻ. Then next question is, as per ICMR's 4th serology survey released in July 2021, which state has the highest COVID-19 zero prevalence? അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം നമ്മൾ ഇങ്ങനെ ഒരു മെഡിക്കൽ എക്സാമിന് പോകുമ്പോൾ അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള കുറച്ചെങ്കിലും കറണ്ട് അഫേഴ്സും കൂടെ നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് കുറച്ചൊരു ഓൾഡ് ഔട്ടഡ് ആയിട്ടുള്ളതാണ്, 2021-ലുള്ളതാണ്. പക്ഷേ അത് COVID-19-നുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ഉള്ളതുമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ബീഹാർ, ബി മധ്യപ്രദേശ്, സി ഉത്തർപ്രദേശ്, ഡി കേരള. ആസ് പെർ ICMR's 4th serology survey released in July 2021, which state has the highest COVID-19 zero prevalence? Option B, Madhya Pradesh. The next question, which of the statement regarding gram staining is wrong? gram staining നെ കുറിച്ച് wrong ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. Mycobacterium tuberculosis stains blue because of the thick lipid layer.
Streptococcus pyogenesis stains blue because a thick peptidoglycan layer. Escherichia coli stains pink because of a thin peptidoglycan layer. Mycoplasma pneumonia is not visible in the gram stain because it has no cell wall. എന്താണ് which of the statement regarding gram staining is wrong? ഇങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധ മാറിയാൽ ആൻസർ മാറും. റോങ് എന്നാ ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് ആൻസർ. Mycobacterium tuberculosis stains blue because of the thick lipid layer എന്നുള്ളതാണ് ഓപ്ഷൻ ആണ് തെറ്റ്. ബാക്കി മൂന്നും കറക്റ്റ് ആണ്. Then next question, to make a 1:5 dilution of a serum sample dilute, ഇത് ഇങ്ങനെയാണ് കേട്ടോ. എ ഓപ്ഷൻ ഇങ്ങനെ, ബി ൻ്റെത് ഇത്, സി ൻ്റെത് ഇത്, ടൈപ്പിംഗിൽ വരുന്ന മിസ്റ്റേക്ക് ആണ്. ഡി ൻ്റെത് ഇത്, അങ്ങനെയാണ്. അത് ഒന്ന് നന്നായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. ടു മേക്ക് 1:5 dilution of serum sample dilute a 1 ml of serum plus 5 ml of dilutant, 1 ml of serum plus 4 ml of dilutant, 1 ml of serum plus 6 ml dilutant, 5 ml of serum plus 1 ml of dilutant. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ വരരുത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത് തന്നെ. ടു മേക്ക് എ 1:5 ഡൈലൂഷൻ സെറം സാമ്പിൾ ആണ്. അപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പാർട്ടാണ് സാമ്പിൾ വരേണ്ടത്. ഒരു പാർട്ട് സാമ്പിളും 1:5 ഒരു പാർട്ട് സാമ്പിള്, പിന്നെ 4 പാർട്ട് ആണ് വരേണ്ടത് ഡയോറന്റ്. അപ്പം ടോട്ടലായിട്ട് നമുക്ക് എത്രയാ വേണ്ടത്? 5 പാർട്ടാണ് വരേണ്ടത്. ടോട്ടൽ 5 പാർട്ട്. അതിൽ ഒരു പാർട്ട് എന്താണ് സെറവും സാമ്പിളും, അതിൽ 4 പാർട്ട് ഡൈലൂഷനും. അങ്ങനെ ആകുമ്പോൾ ആൻസർ ബി ആണ് കറക്റ്റ്. 1 ml of serum plus 4 ml of dilutant. ഇനി അടുത്തതാണ് മാച്ച് ദ ഫോളോയിങ് ദ കളർ കോഡ് ഓഫ് വാക്യൂറ്റൈന ക്യാപ് ആൻഡ് ആന്റി കൊയാഗുലന്റ്. റെഡ് thrombin, orange fluoride oxalate, gray non or silica, 4 green heparin. അപ്പോൾ ആന്റി കൊയാഗുലന്റും ആ വാക്യൂറ്റൈനറിന്റെ ക്യാപ്പും തമ്മിലുള്ള കളർ കോഡാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഓപ്ഷൻ ഒന്ന് വായിക്കുക. ഞാനൊരു ജസ്റ്റ് ഒരു 2 മിനിറ്റ്, ഒരു 2 സെക്കൻഡ് നിൽക്കാം. കാരണം ഈ ഓപ്ഷൻ നന്നായിട്ടൊന്ന് നോക്കുക, എന്നിട്ട് ഇതിലൊന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ പറയാം. മാച്ച് ദ ഫോളോയിങ് കളർ കോഡ് ഓഫ് വാക്യൂറ്റൈന ക്യാപ് ആൻഡ് ആന്റികോയാഗുലന്റ്. റെഡ് ഏഴ്സ് നോൺ അല്ലെങ്കിൽ സിലിക്ക. ഒന്നുകിൽ സിലിക്ക ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ആന്റികോയാഗുലന്റും ഇല്ലെങ്കിൽ വാക്യൂറ്റൈന ക്യാപ്പിന്റെ കളർ റെഡ് ആണ്. അടുത്തത് സെക്കൻഡ് വൺ ഓറഞ്ച്. ഓറഞ്ച് ത്രോംബിൻ. അടുത്തതാണ് ഗ്രേ. ഗ്രേയുടെ ആണ് ഫ്ലൂറൈഡ് oxalate. Green heparin. ഓക്കെ, ഇതാണ് റെഡ് നോൺ അല്ലെങ്കിൽ സിലിക്ക, ഓറഞ്ച് ത്രോംബിൻ, ഗ്രേ ഫ്ലൂറൈഡ് ഓക്സലേറ്റ്, ഗ്രീൻ ഹെപ്പാരിൻ. ഇതാണ് ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി. Then next question, select the wrong one. Acetic acid use preservative for urine ascorbic acid estimation. Boric acid used to inhibit bacterial growth but do not kill them. Sodium carbonate used to ideal preservative for urobilinogen estimation. Toluene considered as best all-round fixative for urine. Only 2 and 3, only 3 and 4, all of this, none of this. അപ്പോൾ സെലക്ട് ദ കറക്റ്റ് വൺ ആണ് അസറ്റിക് ആസിഡ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഓൾ ഓഫ് ദിസ് ആണ്. ഇത് എല്ലാം കറക്റ്റ് ആണ്. അസറ്റിക് ആസിഡ് യൂസ് പ്രിസർവേറ്റീവ് ഫോർ യൂറിൻ ascorbic acid estimation. Boric acid used to inhibit bacterial growth but do not kill them. Sodium carbonate used to ideal preservative for urobilinogen estimation. Toluene considered as best all-round fixative for urine. ഇത് എല്ലാം കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് നോട്ട് എ RBC diluting fluid. ഹൈംസ് ഫ്ലൂയിഡ്, ടർക്സ് ഫ്ലൂയിഡ്, ഡെസിസ് ഫ്ലൂയിഡ്, ഗ്രോവേഴ്സ് ഫ്ലൂയിഡ്. അപ്പൊ ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ആൻസർ ഏതായിരിക്കും എന്ന്.
അപ്പോൾ എന്താണ് RBC ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ് അല്ലാത്തത് സെലക്ട് നോട്ട് ഉള്ളത് ശ്രദ്ധിക്കണം. നോട്ട് ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ടർക്സ് ഫ്ലൂയിഡ് ഏതിന്റെ WBC ഉള്ളത്. അപ്പൊ ഹയംസ് ഫ്ലൂയിഡ്, ഡേസിസ് ഫ്ലൂയിഡ്, ഗ്രോവേഴ്സ് ഫ്ലൂയിഡ് ഇത് മൂന്നും RBCന്റെ ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡേസിസ് ഫ്ലൂയിഡ് ആണ്. ഇനി നെക്സ്റ്റ്, which is not included in Hingelmann fluid. Hingelmann fluidന്റെ കോമ്പോസിഷനിൽ വരാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇയോസിൻ, ഫീനോൾ, ഫോർമാലിൻ, സോഡിയം കാർബണേറ്റ്. ഹിഞ്ചൽമാൻ ഫ്ലൂയിഡിന്റെ കോമ്പോസിഷനിൽ വരാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ചെറിയൊരു ഓപ്ഷൻ ആയിട്ട് ഇതിൽ തന്നെ കിടപ്പുണ്ട് അല്ലേ. ഓപ്ഷൻ ഡി സോഡിയം കാർബണേറ്റ്. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇയോസിൻ, ഫീനോൾ, ഫോർമാലിൻ എന്നുള്ളത് ഹിഞ്ചൽമാൻ ഫ്ലൂയിഡിന്റെ ഇതിൽ വരുന്നതാണ്. പിന്നെ ഇതിലേക്ക് വരുന്ന ഒരു ഇതും കൂടെ എന്താണ്? ഡിസ്റ്റിൽഡ് വാട്ടറും ഫോർമാലിൻ, ഫീനോൾ, ഇയോസിൻ ഇത്രയും 4 എണ്ണം വന്നു കഴിഞ്ഞാൽ ഹിഞ്ചൽമാൻ ഫ്ലൂയിഡ്സിന്റെ കോമ്പോസിഷൻ ആയി. Next one, which are the correct statement regarding reticulocytes? Reticulocytes are juvenile RBCs. They are first a non-nucleated film synthesized during erythropoiesis. These cells circulate in peripheral blood for 2 days, then become mature RBCs. Which are the correct statement regarding reticulocytes? എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി all of this. Which are the correct statement regarding reticulocytes? Reticulocytes are juvenile RBCs. They are first non-nucleated from synthesized during erythropoiesis. RBC synthesis from bone marrow. The cells circulate in peripheral blood for 2 days, then become mature in RBCs. ഇത് RBC synthesis from bone marrow എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തത് നിങ്ങളൊന്ന് അത് കറക്റ്റ് ആണെന്ന് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. സാധാരണ അത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ശരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ഡി all of this. Then next one, correct the order of serum grouping procedure. Serum grouping procedure ന്റെ correct order എന്താണെന്ന് ചോദിച്ചത്. ഇതൊന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ. Place 1 drop of anti-A blue and 1 drop of anti-B yellow reagent and D reagent separately on a labeled slide or tile. Tilt the slide or mix with the stick and leave the test for 5 minutes at room temperature 20 to 24 and look for agglutination with the naked eye. It is minimal or confirmed by microscope. The cell and reagent are mixed using a clean stick. Spread each mixture evenly on the slide or tile over area of 10 to 15 mm diameter. Add 1 drop of blood to each drop of the typing anti-serum. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓർഡർ ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് സെറം ഗ്രൂപ്പിംഗ് പ്രൊസീജിയറിന്റെ കറക്റ്റ് ഓർഡർ. അപ്പോൾ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇത് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചാണ്. പ്ലേസ് 1 drop of anti-A and anti-B reagent and D reagent separately on the labeled slide or tilt. ഇതാണ് കറക്റ്റ് ഫസ്റ്റ് വൺ. Then next one, add 1 drop of blood to each drop of the type and typing anti-serum. ഇതാണ് second one. Third one is the cells and the reagent are mixed using a clean stick. Spread each mixture evenly on the slide or tile over the area of 10 to 15 mm diameter. ഇതാണ് third one. ഇത് fourth one. Tilt the slide or mix with a stick and leave the test for 5 minutes at room temperature and look for agglutination with the naked eye. It is minimal, confirmed by microscope. Option C ആണ് correct. Then next question, agar concentration required to operate nutrient agar is
1 to 2%, 4 to 6%, 0.25 to 0.5%, 0.5 to 1%. Agar concentration required to prepare nutrient agar is option A, 1 to 2%. Then next question. Which of the statement regarding gram staining is wrong? Mycobacterium tuberculosis stains blue because of the thick lipid layer. Streptococcus pyogenes stains blue because of thick peptidoglycan layer. Escherichia coli stains pink because of the thin peptidoglycan layer. Mycoplasma pneumoniae is not visible in the gram stain because it has no cell wall. Which of the statement regarding gram staining is wrong എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Option A ആണ് correct answer. Mycobacterium tuberculosis stains blue because of the thick lipid layer. Option A. The next question, the bacterium that infect other gram-negative bacteria is Proteus mirabilis, Haemophilus influenza, Bidillo vibrio, Bacillodo vibrio ആണ് അത് പറഞ്ഞത്. പിന്നെ Pseudomonas putida, bacterium that infect other gram-negative bacteria. Gram-negative bacteria infect ചെയ്യുന്ന വേറെ bacteria ഏതാണെന്ന് ചോദിച്ചത്. Option A, Proteus mirabilis. Next question. The coagulase is done to differentiate. Coagulase is done to differentiate Staphylococcus aureus from Staphylococcus epidermidis, Staphylococcus epidermis from Neisseria meningitidis, Streptococcus pyogenes from Enterococcus faecalis, Streptococcus pyogenes from Staphylococcus aureus. The coagulase is done to differentiate as option C, Streptococcus pyogenes from Enterococcus faecalis. Option C. The next question, according to Pasteur's statement, which one of the following is true? Living organisms discriminate between stereoisomers. Fermentation is an aerobic process. Aerobic ആണ് aerobic എന്ന് എഴുതുകയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ anaerobic എന്ന് കേൾക്കുന്നതല്ല. Fermentation is a aerobic process. Living organism does not discriminate between stereo or isomers. D, both A and B. Option A, answer is option A. Living organism discriminate between stereoisomers. Pasteur's statement. The next question, who provide the evidence that bacteriophage nucleic acid but not protein enters the host cell during infection? Who provide the evidence that bacteriophage nucleic acid but not protein enters the host cell during infection? Alfred D. Hershey and Leonard Tatum in 1951, Alfred D. Hershey and Zinder Lederberg in 1951, Alfred D. Hershey and Maratha Chase in 1952, Alfred D. Hershey and MacLeod in 1952. Alfred Hershey എല്ലാത്തിലും ഉണ്ടല്ലേ, അതുകൊണ്ട് അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി ബാക്കിയുള്ളതും കൂടെ തീരുമാനമാക്കിയാൽ മതി. ആൻസർ ഇസ് option C, Alfred Hershey and Maratha Chase in 1952. The next question, the resolution power of the compound microscope is 0.2 micron, 0.2 millimeter, 0.2 angstrom unit, 0.2 centimeter. ഇതെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? Option A, 0.2 micron. The next question is, RH factor of the blood was discovered by scientists Louis Pasteur, Landsteiner and Weiner, Jansky, Morse, none of this. RH factor is Landsteiner and Weiner.
The next question, how would you distinguish Pseudomonas species from E. coli? ഇത് ഇവിടെയാണ് വരേണ്ടത്, ടൈപ്പിംഗ് മിസ്റ്റേക്കിലാണ്, ഇവിടെ വരുന്ന സാധനമാണ്. How would you distinguish Pseudomonas species from E. coli? Gram staining, morphology, glucose fermentation versus respiration. Option D, all of the above. Option C, glucose fermentation versus respiration. Okay, how would you distinguish Pseudomonas species from E. coli? Is glucose fermentation versus respiration. Then next question, the size of virus particle may range from 0 to 0.02 to 0.2 im, 0.5 to 10 im, 0.015 to 0.2 im, 0.1 to 100. The size of virus particle may range. Option C, 0.015 to 0.2. Then next question, the group of bacteria which depends on organic sources in nature for their energy requirement, they are said to be chemotrophs, phototrophs, heterotrophs, organotrophs. The group of bacteria which depends on organic sources in nature for their energy requirement, they are said to be option C, heterotrophs. The condition required for autoclave, 120 degrees Celsius temperature and 50 lbs pressure for 20 minutes. Decibel ആണ് കേട്ടോ, ഇത് നിങ്ങൾ ഇതൊന്ന് തിരുത്തിയേക്കണേ യൂണിറ്റ്. 120 degrees Celsius temperature and 20 pressure for 30 minutes. 150 degrees Celsius temperature for 1 hour. 130 degrees Celsius temperature for 2 hours. The condition required for autoclave. Option C, 150 degree temperature for 1 hour. Autoclave 150 temperature for 1 hour. The next question, which method do not give true value of estimation? Which method do not give true value on estimation? Glucose oxidase, fall in view, good powder, hexokinase. Glucose oxidase, fall in view, good powder, which method do not give true value on estimation? Option D, fall in view. Then next question, risk factor of diabetes, obesity, urbanization, stress. Obesity, urbanization, stress. All of this. Option D, all of this. Then next question, juvenile diabetes is type 1, type 2, type 3, gestational. Juvenile diabetes is type 1. Option is answer A. Then blood sugar concentration dash milligram percentage, 80 to 120, 70 to 110, 90 to 120, 100 to 120. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇടാനുള്ള കാരണം, ബ്ലഡ് ഷുഗർ കോൺസെൻട്രേഷൻ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ സുവോളജി ടെക്സ്റ്റിലൊക്കെ നമ്മൾ പഠിച്ചത് 80 to 120 ആണ്, 80 to 120 ആണ്. പക്ഷേ ശരിക്കും ബ്ലഡ് ഷുഗർ കോൺസെൻട്രേഷൻ ഫാസ്റ്റിങ്ങിൽ എടുക്കുമ്പോൾ അത് 70 to 110 ആണ്. അപ്പോൾ ഈ 70 to 110 ആണ് നമുക്കുള്ള VHSCൻ്റെ ടെക്സ്റ്റിലെ ബുക്കിൽ കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് ഉത്തരം എഴുതുക. ഇത് ഈ രണ്ട് ഓപ്ഷനും ഒരിക്കലും ഒരുമിച്ച് വരില്ല. പക്ഷെ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഒരുമിച്ചിട്ടത്. അപ്പോൾ 80 to 120
യും 70 to 110 MLT ടെക്സ്റ്റിലാണ് വരുന്നതെങ്കിൽ MLT ഇതിലാണ് വരുന്നതെങ്കിൽ ബി ഓപ്ഷൻ തന്നെ എഴുതുക. ഇനി 80 to 120 ഓപ്ഷനിലില്ലെങ്കിൽ 70 to 110 ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇനി 70 to 110 ഓപ്ഷനിലില്ല 80 to 120 ഉള്ളതെങ്കിൽ അത് എഴുതുക. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഇതിന് ആൻസർ കൊടുക്കുക. Any then next question, which is a tumor marker? Tumor marker troponin, myoglobin, CKMB, CI 125. എല്ലാവർക്കും അറിയാവുന്നല്ലേ. Tumor marker is option is option D, CA 125. Then next question is ഇത് തന്നെ ആണ് ഓപ്ഷൻ ഒക്കെ സെയിം സാധനം. നേരത്തെ കാർഡിയാക് മാർക്ക് അല്ല ട്യൂമർ മാർക്കർ ആയിരുന്നു ചോദിച്ചത്, ഇത് ചോദിച്ചത് കാർഡിയാക് മാർക്കർ. മാറിപ്പോവരുത്. കാർഡിയാക് മാർക്കർ ട്രോപോണിൻ, മയോഗ്ലോബിൻ, CKMB, CA 125 which is a cardiac marker. Option C, CKMB. The next question, which electrolyte is not used at a regular interval to diagnose heart, lung, liver and kidney disease? Sodium, potassium, bicarbonate, chlorine, both C and D. Which electrolyte is not used at regular intervals to diagnose heart, lung, liver and kidney diseases? Option E, both C and D, bicarbonate and chlorine. Then pathological decrease of WBC is found. Pathological decreases in WBC is found in bacterial infection, leukemia, parasitic infection, Kala Azar. Pathological decrease of WBC is found in Kala Azar. Option D. Then next question, which of the following is a component used in Turk's fluid? Turk's fluid നമ്മൾ നേരത്തെ പറഞ്ഞു WBC diluting fluid. Which of the following is a component used in Turk's fluid? Glacial acetic acid, acetone, trisodium citrate, formaldehyde. Which of the following is a component used in Turk's fluid? Option A, glacial acetic acid. The normal value of platelet count in body is 1 to 1.5 lakh, 1.5 lakh to 4.5 lakh, 1.5 to 5.5 lakh, 1 to 4 lakhs. Normal value of a platelet count. Option B, 1.5 to 4.5 lakhs. Then next question, which of the following is used as a diluting fluid in total platelet count? Rees-Akers solution 0.1 N എന്ന് പറയുന്നത് നോർമൽ ആണ്, 0.1 നോർമൽ HCl, Turk's fluid, Hayem's fluid. Which of the following is used as a diluting fluid in total platelet count? Option A, Rees-Akers solution. The next one, self-wrong statement. Normal calcium level is 8.5 to 10.5 milligram per. Phosphorus is 2.5 to 4.5. Potassium is 3 to 5. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂണിറ്റ് നോക്കുക, അതും കൂടെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഈക്വലൻ്റ് പെർ ലിറ്റർ എന്നാണ്, മില്ലിഗ്രാം പെർ ലിറ്റർ, ഇതാണ് ഇത് മില്ലിഗ്രാം ആണ്. അപ്പോൾ ഇതും കൂടെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ യൂണിറ്റുകൾ തെറ്റി വരുന്നുണ്ടോ എന്നും കൂടെ നോക്കുക. യൂണിറ്റുകളിൽ ചെറിയൊരു ചേഞ്ച് കൊടുത്താലും വാല്യൂസ് മാറാം. സെലക്ട് റോങ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്, ഇത് മുഴുവൻ തെറ്റാണ്. Select wrong statement. Then next question, who discovered malarial parasite are transmitted through Anopheles female mosquitoes? Alphonse Laveran, Ronald Rose, Christian Graham, none of this. Who discovered malarial parasite are transmitted through Anopheles female mosquito? Option B, Ronald Ross. Then next question, lifespan of monocyte, 7 hours, 3 days, 3 hours, 7 days. Lifespan of monocyte.
Option B, 3 days. Then next question, long-term complication of diabetes include retinopathy, neuropathy, nephropathy, all of this. Long-term complication of neuropathy diabetes include neuropathy. Long-term complication of diabetes include option D, all of this. The next question, which of the following step is not included in tissue processing? Dehydration, fixation, clearing, oxidation. Which of the following step is not included in tissue processing? Dehydration, fixation, clearing, oxidation. Option D, oxidation. Next question, hyperkalemia is the increased level of potassium, decreased level of potassium, deficiency of bicarbonate, none of this. Hyperkalemia is option A, increased level of potassium. The next question, Gimlin's test is used for detecting which of the following compound in urine? Gimlin's test is used for detecting which of the following compound in urine? Protein, glucose, bile pigment, bile salt. Gimlin's test is used for detecting which of the following compound in urine? Option C, bile pigment. And the answer is option C, bile pigment. The next question, staining method used in cytology is Papin-Claus staining, negative staining, Leishman staining. Option both A and B. ഏതാണ് Papin-Claus staining? Staining method used in cytology is option A, Papin-Claus staining. Then triglyceride by 5 is എത്രയാണ്? Triglyceride by 5 എന്ന് പറഞ്ഞാൽ എന്താണ്? Total cholesterol, LDL, VLDL, HDL. എന്താണ് triglycerides by 5 equal to option C, VLDL, very low density cholesterol. Which of the following is not a clinical significance of high reticulocyte count? Which of the following is not a clinical significance of high reticulocyte count? Aplastic anemia, chronic blood loss, hemolytic anemia, acute bleeding. Which of the following is not a clinical significance of high reticulocyte count? A, aplastic anemia. The next question, people without diabetes, the normal range of HbA1c 4 to 5.6%, 5.7 to 6.4%, 3 to 4%, 4.9 to 5.6%. People without diabetes, the normal range for HbA1c is 4.5 to 4 to 5.6%, 4 to 5.6%. The next question, which among the following is an example of supravital stain? Which among the following is an example of supravital stain? Jenner stain, brilliant chrysal blue, pearl stain, Leishman stain. Supravital stain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഇതെന്ന് പറയുന്നത് examine living cell that has been removed from an organism. Examine living cells that has been removed from an organism. ഇതിനെയാണ് supravital stain എന്ന് പറയുന്നത്. അതിന്റെ ഓപ്ഷൻ which of the following is an example? Supravital stain ഒരു എക്സാമ്പിൾ ആണ് ഓപ്ഷൻ ബി, brilliant chrysal blue. Brilliant chrysal blue എന്ന് പറയുന്നത് ഒരു supravital stain എക്സാമ്പിൾ ആണ്. ഇതുവരേക്കും നമ്മുടെ MLT പോർഷൻസ് മുഴുവൻ കഴിഞ്ഞു. MLTന്റെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഞാൻ എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നുന്നിടത്തിൽ മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. ഇനി വരുന്ന കാര്യത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Choose the correct statement. F equal to K into Q1 minus Q2 divided by R square. This is given by which law? Faraday's law, Newton's law, Coulomb's law, Fleming's law. Choose the correct answer. F is equal to
k into q1 minus q2 all divided by r square. This is given by which law? Option C, Coulomb's law. എന്താണ് Coulomb's law? Coulomb's law എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the force of attraction or repulsion between two charged bodies is directly proportional to the product of their changes and charges and inversely proportional to the square of the distance between them. എന്താണ്? Choose the correct answer. q1 into q2 k into q1. The force of attraction or repulsion between two charged bodies is directly proportional to the product of their charges and inversely proportional to the square of the distance between them. ഇതാണ് Coulomb's law പറയുന്നത്. Then next question is, what happens when a glass rod is rubbed with silk? Gain protons from silk, gain electron from silk, gives electron to silk, gives proton to silk. What happens when a glass rod is rubbed with silk? Option A, gain protons from silk. സിൽക്കിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഇലക്ട്രോണിനെ കിട്ടുന്നു, പ്രോട്ടോണിനെ കിട്ടുന്നു. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫർ. ഗ്ലാസ്സിൽ നിന്ന് സിൽക്കിലേക്ക് എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഗ്ലാസ്സിലുള്ള ഇലക്ട്രോൺസ് ആണ് സിൽക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ വെൻ ഹെൻസ് ഗ്ലാസ് റോഡ് ബിക്കം പോസിറ്റീവ്, ഗ്ലാസ് റോഡ് അങ്ങനെ പോസിറ്റീവ് ആവുന്നു ആൻഡ് സിൽക്ക് ബിക്കം നെഗറ്റീവ് ആവുന്നു. അപ്പോൾ അതിനെയാണ് ഗെയിൻ പ്രോട്ടോൺ ഫ്രം സിൽക്ക്. സിൽക്കിൽ നിന്ന് പ്രോട്ടോണിനെ കിട്ടുന്നു ഗ്ലാസ്സിന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഗെയിൻ ഇലക്ട്രോൺസ് ഫ്രം സിൽക്ക്, അത് തെറ്റല്ലേ? ടു സിൽക്ക് അത് ഏകദേശം ശരിയാണ് കേട്ടോ, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് ഏകദേശം ഇതും ശരിയാണ്, ഞാനത് ശ്രദ്ധിച്ചില്ല. ഇതിട്ടപ്പം ഗിവ്സ് ഇലക്ട്രോൺ ടു സിൽക്കും ഉണ്ട്. ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടാണ്, ഗ്ലാസ് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോട്ടോൺ ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. ഗ്ലാസ് ഫ്രം സിൽക്കും ഇത് ടു സിൽക്കും ഉണ്ട്. രണ്ട് ഓപ്ഷൻ ഉണ്ട്. Then next one, what is the phase difference between electric and magnetic field in an electromagnetic wave? 2 pi, pi, pi by 2, pi by 4. What is the phase difference between electric and magnetic field in an electromagnetic field? അപ്പോൾ ഇത് നന്നായി ഫിസിക്സ് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ഓപ്ഷൻ കാണുന്നില്ലല്ലോ, ആൻസറിന്റെ ഓപ്ഷൻ കാണുന്നില്ലല്ലോ എന്ന് സംശയം വന്നേക്കാം. പക്ഷേ അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള വേറൊരു ഓപ്ഷൻ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഞാൻ പറഞ്ഞു തന്നേക്കാം. ഈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫേസ് ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് ലീനിയർലി പോളറൈസ്ഡ് ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓസിലേറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ പീക്ക് അറ്റ് ദ സെയിം ടൈം ദേ ബിക്കം സീറോ. സീറോയിലാകുന്ന സമയത്താണ്, അതാ ഞാൻ പറഞ്ഞ ഫേസ് ആംഗിൾ സീറോ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. സീറോ ആവുന്ന സമയത്ത് അറ്റ് എ പീക്കിലെത്തുന്ന ഇതായിരിക്കും. അങ്ങനെയാകുമ്പോൾ അത് സീറോയിലായിരിക്കും. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് ലീനിയർലി പോളറൈസ്ഡ് ചെയ്യുകയാണെങ്കിൽ സീറോയിലാകുമ്പോൾ ആയിരിക്കും അതിന്റെ പീക്ക് ഓപ്ഷൻ വരുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദേ പോയിന്റഡ് ടു ഡിഫറെന്റ് ഡയറക്ഷനിലാണെങ്കിൽ, സ്പേസിലെ ഒരു ഡിഫറെന്റ് ഡയറക്ഷനിലാണ് ഇത് നിൽക്കുന്നതെങ്കിൽ അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ലീനിയർ ആയിട്ട് അതിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ അതിൻ്റെ സീറോ ആണെങ്കിൽ അത് എന്താ പറയാ, ഡിഫറെന്റ് ഡയറക്ഷനിൽ, സ്പേസിൽ അത് ഡിഫറെന്റ് ഡയറക്ഷനിലാണുള്ളതെങ്കിൽ അതിന്റെ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി. Then next question, which of the following verbs have a maximum frequency? Maximum frequency ഉള്ള verb ഓപ്ഷൻ ബി, ഗാമ റേസ്. എല്ലാവർക്കും അറിയാം അല്ലേ?
Next question, an electromagnetic wave can be produced when the charge is moving in a circular orbit, moving with a constant velocity, falling in an electric field, both A and C. An electromagnetic wave can be produced when the charge is moving in a circular orbit, moving with a constant velocity, falling in an electric field, both A and C. അപ്പോൾ ഒരു ആക്സിലറേറ്റഡ് ചാർജ് വരുമ്പോൾ മാത്രമേ എന്താ ഇലക്ട്രോമാഗ്നറ്റിക് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ക്യാൻ പ്രൊഡ്യൂസ് ചാർജ് എപ്പോഴാണോ ഇലക്ട്രോമാഗ്നറ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ആക്സിലറേറ്റഡ് ചാർജ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പിന്നെ ചാർജിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ചാർജിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ആക്സിലറേറ്റഡ് ചാർജ് ആണ്. അപ്പോൾ മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി, അവിടെ ഒരു ആക്സിലറേഷൻ സംഭവിക്കുന്നില്ലല്ലോ അല്ലേ, ആക്സിലറേഷൻ ഒരു ചേഞ്ചും വരുന്നില്ല. പക്ഷേ മൂവിങ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്, ഇങ്ങനെ സർക്കുലർ ഓർബിറ്റിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യില്ലേ, വെലോസിറ്റി ചേഞ്ച് ചെയ്യില്ലേ, ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ അങ്ങനെ ഓരോ അറ്റ് എ മൊമെന്റ് സർക്കുലർ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പൊ അതിന്റെ ആക്സിലറേഷൻ അതൊരു ആക്സിലറേറ്റഡ് മോഷനിലായിരിക്കും. എന്താണ്, അതിന്റെ വെലോസിറ്റി കണ്ടിന്യൂ ആയി ചേഞ്ച് ചെയ്യും. അപ്പൊ അതൊരു ആക്സിലറേറ്റഡ് മോഷനിലായിരിക്കും. അങ്ങനെ അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ മൂവിങ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. അപ്പൊ അവിടെ എന്തില്ല, EM വേവ് ഇല്ല, വേവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇനി ഫോളിങ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിൽ ഫോൾ ചെയ്ത് കഴിഞ്ഞാലോ, അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു charge is falling in electric field, electric force നെ ആക്സിലറേറ്റ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡിൽ വരികയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് ഫോഴ്സിനെ ആക്സിലറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ചാർജ് പ്രൊഡ്യൂസ് ഫോളിങ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്, ഇലക്ട്രിക് ഫോഴ്സ് ആക്സിലറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓപ്ഷൻ ബോത്ത് A and C. Then next question, which of the following lights deviates the most when it passes through prism? Red light, violet light, neither A nor B, both A and B. Which of the following light most ആണ് ചോദിച്ചത്, most ഏതാണ്, ഓപ്ഷൻ ബി violet light. അറിയാവുന്നതാണ് അല്ലേ. And in next question, what happens when light is refracted into a medium? Both frequency and wavelength of the light increases. The wavelength increases but the frequency remains unchanged. Both wavelength and frequency decreases. The wavelength decreases but the frequency remains constant. What happens when the light is refracted into a medium? Option B, the wavelength increases but the frequency remains unchanged. എന്താണ്, ലൈറ്റ് ഒരു മീഡിയത്തിലേക്ക് റിഫ്രാക്ട് ചെയ്യുമ്പോൾ, റിഫ്രാക്ഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാത്തവർ പോയിട്ട് അത് കാണുക, ആ ഒരു വീഡിയോ 100 ക്വസ്റ്റ്യൻ്റെത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, റിഫ്രാക്റ്റഡ് മീഡിയത്തിലേക്ക് കടക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ റിഫ്രാക്ഷനെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു, പിന്നെ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു, അത് പറയുന്നില്ല. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ ഫ്രീക്വൻസി എപ്പോഴും അൺചേഞ്ച്ഡ് ആയിരിക്കും. The next question, which of the following statement is true for total internal reflection? Total internal reflection പറ്റിയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ലൈറ്റ് ട്രാവൽ ഫ്രം റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. ലൈറ്റ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. ലൈറ്റ് ട്രാവൽസ് ഇൻ വാട്ടർ ഓൺലി. ലൈറ്റ് ട്രാവൽസ് ഇൻ എയർ ഓൺലി. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. Which of the following statement is true for total internal reflection? Answer is light travel from denser medium to rarer medium. അപ്പോൾ നമുക്കിനി ഇത് എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് നോക്കാം.
നമുക്കൊരു 2 മീഡിയം എടുക്കാം. സോറി, രണ്ട് മീഡിയം. ഇത് എയർ ആണ്, ഇത് വാട്ടർ ആണ്. ഓക്കെ, ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് N1, വാട്ടറിൻ്റെത്, എയറിൻ്റെത് N2. അപ്പോൾ വാട്ടറിൽ നിന്ന് എയറിലേക്ക് ഒരു ലൈറ്റ് റേനെ നമ്മൾ പാസ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതെന്ത് ചെയ്യും? റിഫ്രാക്റ്റ് ചെയ്യും. ഇതാണ് ഒരു ഇൻസിഡൻറ്റ് റേ, ഇത് ഇൻസിഡൻറ്റ് റേ ആണ്. അപ്പോൾ അത് റിഫ്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ θ1, ഇത് θ2. ഓക്കെ, ഇത് it passes from a medium of high refractive index to the refracted light ray bent away from the normal നിന്ന് bend ചെയ്യുന്നു അല്ലേ? passes from a medium of higher refractive index to lower refractive index. The refracted ray bent away from the നോർമലിൽ നിന്ന് bend ചെയ്യുന്നു. ഇനി ഒരു കറക്റ്റ് ഒരു സ്പെസിഫിക് ആംഗിൾ ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻസിഡൻറ്റ് റേൻ്റെ എന്താണ്? ഒരു കറക്റ്റ് ഇൻസിഡൻറ്റ് ആംഗിൾ വരികയാണ്, ഒരു സ്പെസിഫിക് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് വരികയാണെങ്കിൽ ആ ഇൻസിഡൻറ്റ് റേ ഓഫ് ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് പാസസ് അലോങ് ദ സർഫസ്. ഇത് ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കറക്റ്റ് ഒരു ആംഗിളിൽ എത്തുകയാണ്. ഈ ഒരു ആംഗിളിലെത്തി, അത് ഈ ഒരു ആംഗിൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസിഡൻറ്റ് റേ എന്ത് ചെയ്യും? ഇൻസിഡൻ്റ് അല്ല, റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യും? ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്രാക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ വാട്ടറിൻ്റെ സർഫസിലൂടെ റിഫ്രാക്റ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹൈറ്റ് വാട്ടറിൻ്റെ അപ്പോൾ ആംഗിളാണ് എന്ത്? ഇതാണ്. ഇങ്ങനെ വരുന്ന ഒരു അവസരത്തിലുള്ള ആംഗിളാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആംഗിൾ വരികയാണെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് ആംഗിൾ, ഒരു സ്പെസിഫിക് ഇൻസിഡൻസ് ആംഗിൾ വരുമ്പോൾ ആ ഇൻസിഡൻറ്റ് റേ ഓഫ് ലൈറ്റിൻ്റെ റിഫ്രാക്റ്റ് ചെയ്യും, പാസസ് അലോങ് ദ സർഫസ് ഓഫ് വാട്ടർ. അതാണ് ഈ സർഫസ് ഓഫ് വാട്ടറിലൂടെ പോകുന്ന സമയത്തുള്ളതിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഇൻസിഡൻറ്റ് ആംഗിൾ പറഞ്ഞു, ഇവിടെ പിന്നെ ക്രിട്ടിക്കൽ ആംഗിൾ പറഞ്ഞു. ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി ആണെങ്കിൽ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻഡ്യൂസ്ഡ് ആംഗിൾ ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻഡ്യൂസ്ഡ് ആംഗിൾ അല്ല, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് പറയാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസിഡൻറ്റ് ആംഗിളിനെ കുറിച്ച് പറഞ്ഞു, ഇവിടെ ക്രിട്ടിക്കൽ ആംഗിളിനെ കുറിച്ച് പറഞ്ഞു. ഡിഫ്രാക്ഷൻ നോർമലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതാണ് ഇൻസിഡൻറ്റ് ആംഗിൾ. ഇനി വാട്ടറിൻ്റെ സർഫസിലൂടെ പോവുകയാണെങ്കിൽ അതാണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി ഇൻസിഡൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഇൻസിഡൻറ്റ് റേയുടെയും ക്രിട്ടിക്കൽ ആംഗിൾ വലുതാണ്. ഇൻസിഡൻറ്റ് ആംഗിള് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളിലും വലുതാവുന്ന ഒരു സമയത്ത് ഇത് എന്ത് ചെയ്യുന്നു? മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ മീഡിയം. ഇത് θ1, ഇത് θ2. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതൽ ഇൻസിഡൻറ്റ് ആംഗിൾ വരികയാണെങ്കിൽ, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, ദെൻ ദ ഇൻസിഡൻറ്റ് റേ ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ മീഡിയം. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. മുഴുവനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയറിൽ നിന്ന് അങ്ങോട്ടേക്കൊരു ലൈറ്റ് പാസ് ചെയ്തു. അപ്പോൾ അത് പിന്നെ എന്ത് ചെയ്യുന്നു? റിഫ്രാക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഇൻസിഡൻറ്റ് ആംഗിൾ ഉണ്ടാവുന്നു. ഇവിടെ ഒരു ഇൻസിഡൻറ്റ് ആംഗിൾ ഉണ്ടാവുന്നു. റിഫ്രാക്ഷൻ നോർമലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ഒരു ഇൻസിഡൻസ് ആംഗിൾ ഉണ്ടാവുന്നു. ഇനി ഇതിൻ്റെ
ആംഗിൾ എന്ത് ചെയ്യുന്നു, വാട്ടറിന്റെ സർഫസിലേക്ക് വരുന്ന സമയത്തുള്ളതാണ് എന്ത്, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. വാട്ടറിന്റെ സർഫസിലേക്ക് ഇൻസിഡന്റ് റേയുടെ ഇത് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് സർഫസ് ഓഫ് വാട്ടറിലേക്ക് വരുമ്പോഴാണ് അത് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ആംഗിളും ഇൻസിഡന്റ് ആംഗിളിന്റെയും ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇൻസിഡന്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് എന്ത് ചെയ്യും, റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ വാട്ടർ. അങ്ങനെയാകുമ്പോഴാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ വലിയ രണ്ട് പോയിന്റുകളാണ് ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അത് ഓർത്ത് വെച്ചേക്കുക. ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. സെക്കൻഡ് വൺ ആണ് ഇൻസിഡന്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ക്രിട്ടിക്കൽ ആംഗിൾ. അങ്ങനെയാകുമ്പോൾ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദി മീഡിയം. അപ്പോൾ ഇതിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. കാരണം രണ്ട് ഇക്വേഷനും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. എങ്ങാനും ഇക്വേഷനോ അല്ലെങ്കിൽ അതിലേതെങ്കിലും പ്രോബ്ലംസോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് വരിക നമ്മൾ പറഞ്ഞു അല്ലേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 N2 എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് N1 ആൻഡ് N2, N1 divided by N2 equal to sin R divided by sin R divided by sin I. N1 by N2 equal to sin R divided by sin I. sin R എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. sin I എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇവിടെ ഒരു ക്രിട്ടിക്കൽ ആംഗിൾ ആണല്ലോ ചോദിച്ചത്, അപ്പം എന്താ അത് ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ അവസ്ഥ എന്താണെന്ന് ഒരു ഡൗട്ട് വരുന്നില്ലേ? അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു ഇക്വേഷൻ പഠിക്കുക. N1 by N2 is equal to sin R by sin I. R എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്, I എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആണ്. ഇനി ക്രിട്ടിക്കൽ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ആണ് സൈൻ തീറ്റ. അതാണ് തീറ്റ എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. സൈൻ തീറ്റ ഈക്വൽ ടു N1 by N2. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് N2 by N1 ആണ്. അപ്പം നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ കിട്ടും N2 by N1. സൈൻ തീറ്റ ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1 ആണ്. ഇനി N1 ജൂൾ സെക്കൻഡ് ഇസ് ദ യൂണിറ്റ് ഓഫ്. അതിൻ്റെ ആൻസർ ഇതിൽ അങ്ങനെ തന്നെ എഴുതിയില്ല, ഞാനത് ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പോൾ ഒരു ആൻസറിൽ ഡൗട്ട് വരാതിരിക്കാൻ പെട്ടെന്ന് എഴുതി വെച്ചതായിരുന്നു, അത് ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി, സോറി. ഇത് എന്തായാലും നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചേ. ജൂൾ സെക്കൻഡ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്, ആംഗുലാർ മൊമെന്റം, എനർജി, പവർ. ഓപ്ഷൻ ബി ആംഗുലാർ മൊമെന്റം ആണ്. ആംഗുലാർ മൊമെന്റം ഓൾസോ നോൺ ആസ് റൊട്ടേഷണൽ മൊമെന്റം ആൻഡ് ദ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ആംഗുലാർ മൊമെന്റത്തിന്റെ ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാൻ പറയേണ്ട പോയിന്റുകൾ എഴുതി വെച്ചപ്പോൾ അതും ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയതാണ്, ഐ ആം സോറി. നെക്സ്റ്റ് ഇത് what is the power utilized when work of 1000 joule is done in 2 seconds. പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ മാത്സ് ആയിട്ട് പ്രോബ്ലം, വർക്ക്, ടൈമൊക്കെ കാണുമ്പോൾ ഒരു ടെൻഷൻ വരണ്ട. വാട്ട് ഈസ് ദ പവർ യൂട്ടിലൈസ്ഡ് വെൻ ദ വർക്ക് 1000 joule is done in 2 seconds. That is power equal to എന്താണ്? പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. ഇത് ഒരു എല്ലാം കറക്റ്റ് SI യൂണിറ്റ് തന്നെയാണുള്ളത് അല്ലേ, ജൂളും സെക്കൻഡും ഒക്കെയാണ്. അപ്പം അതിനെ പോലും മാറ്റണ്ട. W എന്ന് പറയുന്നത് 1000 ജൂളാണ്. അപ്പം 1000 all divided by time എന്ന് പറയുന്നത് 2 ആണ്. That's equal to 500 watt. അതാണ് പവർ എന്ന് പറയുന്നത് 500 watt ആണ്. Then next question, option D. Then next question, state true or false. ഇതിന് ഒരു 2 ഓപ്ഷനും കൂടെ ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ട്രൂ ഓർ ഫോൾസ് എന്ന് മുമ്പേ എഴുതി വെച്ച് പോയത് കൊണ്ടാണ് പിന്നെ ഒരു 2 ഓപ്ഷനും കൂടെ എഴുതാത്തത്.
State true or false. According to equivalence of mass and energy, the state is that mass and energy are not interconvertible. According to equivalence of mass and energy, it states that mass and energy are not interconvertible. Equivalence of mass and energy എന്ന് വരുമ്പോൾ ആർക്കും ഒരു സംശയം വേണ്ട, ഇത് നമ്മുടെ ഐൻസ്റ്റീൻസ് ഇക്വേഷൻ അതിനെയാണ് അക്കോർഡിംഗ് ടു ഈക്വലൻസ് ഓഫ് മാസ് ആൻഡ് എനർജി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കേട്ടോ. ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് E ഈക്വൽ ടു mc². അപ്പൊ ഈ ഒരു ലോ പറയുന്നത് തന്നെ എന്താണ്, ഇത് കൺവേർട്ടബിൾ ആണ് എന്നാണ് അല്ലേ. നോട്ട് ഇന്റർ കൺവേർട്ടബിൾ അല്ല, ഇന്റർ കൺവേർട്ടബിൾ എന്നാണ് ഇത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. The next question, which one has a higher kinetic energy? Both light and heavy bodies have equal momentum. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്താണ് ഹെവി ബോഡിക്കോ ലൈറ്റ് ബോഡിക്കോ അല്ലെങ്കിൽ ബോത്ത്, നൺ ഓഫ് ദി ഓപ്ഷൻ. അപ്പോൾ which one have the higher kinetic energy? കൈനറ്റിക് എനർജി കൂടുതൽ ആർക്കാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. രണ്ട് പറഞ്ഞു അല്ലേ, രണ്ട് ബോഡിയിൽ മൊമെന്റം സെയിം ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ മൊമെന്റം ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ആർക്കാ കൂടുതൽ ഉണ്ടാവുക. നമ്മളൊരു ചെറിയ ബോൾ എടുത്തിട്ട്, ചെറിയൊരു കല്ലെടുത്തിട്ട് എറിയുന്നു, അത് വളരെ സ്പീഡിൽ നല്ല ദൂരത്തേക്ക് പോകും അല്ലേ. അവിടെ അപ്പം അതിൻ്റെ വെലോസിറ്റി കൂടുതലാണ്. എന്നാലോ കുറച്ച് വലിയൊരു കല്ലാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് ഇതാക്കാൻ പറ്റുമോ? ഇല്ല, അതിന് കുറച്ചും കൂടെ വെലോസിറ്റി കുറവാണ്. അപ്പോൾ വെലോസിറ്റി കൂടുതൽ ആർക്കാണ്? ലൈറ്റ് ബോഡിക്കായിരിക്കും വെലോസിറ്റി കൂടുതൽ. അപ്പോൾ എന്താണ് ആപ്ലിക്കേഷൻ പറഞ്ഞത്? കൈനറ്റിക് എനർജിയാണ് പറഞ്ഞത്. മൊമെന്റം രണ്ടിൻ്റെതും ഈക്വൽ ആണ്. അപ്പോൾ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ½ ആണ് അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു KE വേണം കേട്ടോ. കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റീൻ്റെ സ്ക്വയറിന്. വെലോസിറ്റീൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് കൈനറ്റിക് എനർജി. അപ്പോൾ നമ്മൾ പറഞ്ഞു ലൈറ്റ് ബോഡിക്കാണ് എന്ത് വെലോസിറ്റി കൂടുതൽ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വെലോസിറ്റി കൂടുതലുള്ള അയാൾക്ക് തന്നെയായിരിക്കും എന്ത് കൈനറ്റിക് എനർജിയും കൂടുതൽ. ഓക്കെ, ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പം ഹെവി ലൈറ്റ് ബോഡിക്ക് മൊമെന്റം രണ്ടിനും ഈക്വൽ ആണ്. അപ്പോൾ ലൈറ്റ് ബോഡിക്ക് ആയിരിക്കും വെലോസിറ്റി കൂടുതൽ, അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിയും കൂടുതൽ ലൈറ്റ് ബോഡിക്ക് തന്നെ ആയിരിക്കും. The next question, Newton law of universal gravitational force is given by F equal to G m1 m2 divided by r raised to 4, F equal to G m1 m2 divided by r square, F equal to G m1 plus m2 divided by r square, F equal to G m1 minus m2 divided by r square. Newton's law of universal gravitation. അപ്പോൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു സബ്സ്റ്റൻസസ്. ഇതിൻ്റെ യൂണിവേഴ്സൽ ന്യൂട്ടൺസ് ലോ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F ഓഫ് അട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ്. ഇതിൻ്റെ മാസുകൾ m1 m2 എന്ന് പറയുന്ന രണ്ട് മാസുള്ള R എന്ന് പറയുന്ന അവരുടെ സെപ്പറേറ്റ് ചെയ്തൊരു ഡിസ്റ്റൻസ് ആറും എന്നുള്ള ഡിസ്റ്റൻസും ആണെങ്കിൽ ന്യൂട്ടൺ ലോ എന്ന് പറയുന്നത് അതിൻ്റെ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അത് F ഈസ് പ്രപ്പോർഷണൽ ടു m1 and m2, m into m2, product of their masses, and F is inversely proportional to square of their distances. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. therefore അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? F ഈക്വൽ ടു G ഇൻറ്റു m1 m2 divided by r square. Therefore, the answer is Newton's law of universal gravitational force is F equal to G m1 m2 divided by r square. The next question is, which law describes the orbit of planets around the sun? Newton's law, Faraday's law, Kepler's law, Kirchhoff's law.
Which law describe the orbit of planets around the sun? Newton's law, Faraday's law, Kepler's law, Kirchhoff's law. Option C, Kepler's law. Kepler's law എന്ന് പറയുന്നത് 3 ലോകൾ കൂടി ചേർന്നതാണ് കെപ്ലറിന്റെ ലോകൾ. അപ്പൊ ഇവിടെ നമ്മൾ എത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ 3 ലോ ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം. ഒന്ന് പറയുന്നത് പ്ലാനറ്ററി ഓർബിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഇത് കറങ്ങുന്ന ഓർബിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? എലിപ്റ്റിക്കൽ ഷേപ്പാണ്. എലിപ്റ്റിക്കൽ ഷേപ്പാണ്. അതിൻ്റെ ഒരു സ്മോൾ വേർഷൻ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എലിപ്റ്റിക്കൽ ആണ്. അപ്പോൾ പ്ലാനറ്ററി ഓർബിറ്റ് ആർ എലിപ്റ്റിക്കൽ വിത്ത് ദ സൺ അറ്റ് ദ ഫോക്കസ്. അറിയാമല്ലോ അല്ലേ? എലിപ്റ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഷേപ്പാണ്. അപ്പം അതിൻ്റെ സൺ ഇവിടെ ഉണ്ട്. അതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഒരു 2 റേഡിയസിൽ വെക്റ്റർ ഫോം ചെയ്യുകയാണെങ്കിൽ സണ്ണിൻ്റെയും പ്ലാനറ്റും സ്വീപ്പ് ചെയ്യുന്നത് ഈക്വൽ ഏരിയ ആയിരിക്കും. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഏരിയ ആയിരിക്കും. ഇപ്പം നമ്മുടെ 2 വെക്ടറായിട്ട് ഫോം ചെയ്യുന്നു. അത് ഇവിടെ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ആദ്യം ഇവിടെ എടുത്തു, ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പം ഇവിടുന്ന് എടുത്ത ടൈം എന്ന് പറയുന്നത് ഒരു 10 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഒന്ന് ജസ്റ്റ് അസ്യൂമിങ് മാത്രമാണ്, പെട്ടെന്ന് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുത്തതും 10 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ നോക്കുവാണെങ്കിൽ, ഈ ഭാഗത്തിൻ്റെ ഏരിയ നോക്കുവാണെങ്കിലും ഈ ഭാഗത്തിൻ്റെ ഏരിയ നോക്കുവാണെങ്കിലും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈക്വൽ ടൈംസിൽ ഈക്വൽ ഏരിയാസ് ആയിരിക്കും എന്നാണ് സെക്കൻഡ് ലോ പറയുന്നത്. ഇനി തേർഡ് ലോ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദി പീരീഡ് of revolution and the cube of the ellipse semi-major axis is the same for all planets. The ratio of the square of the period of revolution, ratio of the square of the period of revolution and the cube of the ellipse semi-major axis is the same for all planet. ഇതാണ് തേർഡ് ലോ പറയുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. ഇതാണ് തേർഡ് ലോ പറയുന്നത്. ഫസ്റ്റ് ലോ എലിപ്റ്റിക്കലാന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ഏരിയ ഈക്വൽ ആണ് അറ്റ് സെയിം ടൈം ഇന്റർവെൽ ആണെങ്കിൽ തന്നെ. തേർഡ് വൺ ആണ് ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. ഇതാണ് കെപ്ലേഴ്സിന്റെ 3 ലോകൾ. ഇനി നെക്സ്റ്റ് വൺ ആണ് the satellite having the same time period of revolution as that of the earth is called stationary satellite, geostationary satellite, gravitational satellite, geosatellite. The satellite having the same time period of revolution as that of the earth is called എന്താണ്? ഓപ്ഷൻ ബി, ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റ്. അത് ചെയ്യുന്നത് ഇക്വറ്റോറിയൽ പ്ലെയിനിലാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് വെസ്റ്റ് ടു ഈസ്റ്റിലേക്ക്, ഈ വെസ്റ്റ് ടു ഈസ്റ്റിലേക്ക് ഇക്വറ്റോറിയൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പേർപ്പസിനാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ? നമ്മുടെ ഫിസിക്സ് കഴിഞ്ഞു അല്ലേ, ഇനി കെമിസ്ട്രിയിലോട്ടൊക്കെ പോയി. അപ്പോൾ ഇതിനും നമ്മളെ സൊല്യൂഷൻ അതിൽ എഴുതിയിട്ടുണ്ട് അല്ലേ, സോറി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹോമോജീനിയസ് മിക്സ്ചർ? മിക്സ്ചർ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ, മിക്സ്ചർ ഓഫ് sugar solution, mixture of sugar, salt and sand, iodized table salt. ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എന്താ? Which of the following is a homogeneous mixture is sugar solution. Sugar solution is a homogeneous mixture. A homogeneous mixture is a mixture in which the composition is uniform throughout the mixture. Then next question, the mass of an atom of carbon is, carbon atomത്തിന്റെ mass എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? എന്തായിരിക്കും? നമുക്കറിയാം അല്ലേ, atom 12, കാർബൺ 1, കാർബൺ 12. അത് അറിയാത്ത ആർക്കും ഇല്ല അല്ലേ. അപ്പോൾ ഇതിന്റെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ആറ്റത്തിന്റെയും
ഇപ്പോൾ കാർബൺ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാറ്റമാണെങ്കിലും അതിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതേണ്ടതാണ് ആറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ 6.02 into 10⁻23. ഇത്ര ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നതാണ് 1.99 into 10⁻23. അപ്പോൾ പേടിക്കണ്ട, ഇതൊക്കെ ഈ ഒരു കാൽക്കുലേഷൻ എങ്ങനെ എക്സാം ഹാളിൽ വെച്ച് ചെയ്യും, സമയം കിട്ടുമെന്നൊന്നും വിചാരിക്കണ്ട. ഇതൊന്നും അറിയില്ലെങ്കിൽ തന്നെ അവഗാഡ്രോ നമ്പർ താഴെയാ കിടക്കണത് എന്നുള്ള ഒരു ബോധമുള്ള ആളാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. ഇത് മേലേക്ക് വരുമല്ലോ, അങ്ങനെയാവുമ്പോൾ 10⁻23 എന്നുള്ളത് -23 ആവുമല്ലോ, ആവൂലേ? അപ്പോൾ അത് മാത്രം ഓർത്താൽ മതി. അങ്ങനെയുള്ള ഓപ്ഷൻ ബി മാത്രമല്ലേ ഉള്ളൂ. 1.99 into 10⁻23. ഈ ഒരു 1.99 നമുക്ക് കിട്ടിയേ വേണ്ട, 10⁻³ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അപ്പം നമുക്ക് ആൻസർ എഴുതാമല്ലോ. ഞാൻ ജസ്റ്റ് ഇത് വന്നത് എങ്ങനെയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. 12 divided by 6.02 into 10⁻23. The next question, which of the molecule pair of gases contain the same number of molecules? 16 gram of oxygen and 14 gram of nitrogen, 6 gram of oxygen and 22 gram of carbon dioxide, 28 gram of nitrogen and 22 gram of carbon dioxide, 32 gram of carbon dioxide and 32 gram of nitrogen. ഇത് കുറച്ച് സമയം കളയുന്ന ഒരു ഇതാണ്. പക്ഷെ ഇതിന്റെ ഗ്രാമും ഇതൊക്കെ നോക്കിയാൽ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നോട്ടത്തിൽ കിട്ടും. അല്ലാത്തവർ 1 by 1 ആയിട്ട് ആൻസർ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം ഇത് നമ്മൾ സാധാ PSC അടക്കം ഇതുപോലുള്ള ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല, സെയിം നമ്പർ ഓഫ് മോളിക്യൂൾ വരുന്നതിൻ്റെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാ PSC പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പം കെമിസ്ട്രിക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം, എ ആണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ എ എങ്ങനെ വന്നു എന്നുള്ളത് എന്നിട്ട് വെച്ചിട്ട് പറയാം. നമ്മൾ ആദ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഇതിനൊരു മാസ് തന്നിട്ടുണ്ടല്ലോ, ഓക്സിജൻ്റെ. ഇത് രണ്ടിൻ്റെയും മോളിക്യൂൾ സെയിം ആണോ നോക്കണം അല്ലേ. സെയിം നമ്പർ ഓഫ് മോളിക്യൂൾ ഉള്ളത് ഓക്സിജനും നൈട്രജനും. 16 ഗ്രാം ഓക്സിജനും 14 ഗ്രാം നൈട്രജനും സെയിം നമ്പർ ഓഫ് മോളിക്യൂൾ ആണോ ഉള്ളത് എന്ന് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം തന്നിരിക്കുന്ന ഒരു മാസ് ഉണ്ടല്ലോ, അതേതാണ് 16 ഗ്രാം ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മോളാർ മാസ് എത്രയാണെന്ന് അറിയാമല്ലോ അല്ലേ. മോളാർ മാസ് എന്താണ്? 16 ആണ്. ഓക്സിജന്റെ മോളാർ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 മോൾ എന്ന് കിട്ടും. അപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മോൾ ഇൻറ്റു 1 ഇൻറ്റു 6.0 അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23. ഇതാണ് അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഈ ഒരു വാല്യൂ കൊടുക്കുക. ഇതാണ് മോളിക്യൂൾ. ഓക്സിജൻ മോളിക്യൂൾ എത്രയാണ്? സെയിം നമ്പർ ഓഫ് ഓക്സിജൻ നമ്പർ ഓഫ് മോളിക്യൂൾ, ഓക്സിജനിലെ നമ്പർ ഓഫ് മോളിക്യൂൾ 1 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണ്. ഇനി അടുത്തത് അതുപോലെ നൈട്രജനെ കണ്ടുപിടിക്കണം. നൈട്രജൻ എന്ന് പറഞ്ഞാൽ 14 ഗ്രാം ആണ്. അതിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 14 ആണ്. അപ്പോൾ ഇവിടെയും കിട്ടി, 1 മോളെന്ന് കിട്ടി. അപ്പോൾ 1 മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ 1 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അത് തന്നെയാണ് അതിൻ്റെ മോളിക്യൂൾ നമ്പർ ഓഫ് മോളിക്യൂൾ. അപ്പോൾ അത് ഈക്വൽ ആയല്ലോ, ശരിയായി. അത് രണ്ടിനും ഒരേ മോളിക്യൂൾസ് ആണുള്ളത്. 1 ഇൻറ്റു 10⁻1 ഇൻറ്റു 6.022 അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ആണ് ഇത് രണ്ടിനും ഉള്ളത്. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം കൂടെ ഞാൻ ഇതിലൊന്ന് കാണിച്ചു തരാം, എന്തുകൊണ്ട് മറ്റേതൊന്നും നമ്മൾ പറയുന്നില്ല എന്നുള്ളത്. ഓക്സിജൻ എത്രയാണ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. 6 ഗ്രാം ആണ് തന്നിരിക്കുന്നത്, അല്ലാതെ തന്നിരിക്കുന്നത് 16 ആണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന് 12ഉം 32ഉം
അപ്പോൾ ഈ ഒരു ഇതിലേക്ക് വരികയില്ല. അപ്പോൾ ഒരു മോളോ ഇത് രണ്ടും സെയിം ആവില്ല അല്ലേ. ഇത് എത്ര വരും? ഓക്സിജൻ്റെത് 12 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോൾ 16. അങ്ങനെ വരുമ്പോഴൊന്നും നമുക്ക് എന്ത് വരുന്നില്ല, ഇത് രണ്ടും ഈക്വൽ ആവുന്നില്ല. ഇല്ലല്ലോ, ഇത് രണ്ടും ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സെയിം നമ്പർ ഓഫ് മോളിക്യൂള് വരുള്ളൂ. പക്ഷെ മറ്റേതിൻ്റെത് രണ്ടും 1 ആണ് വന്നത്. അതുകൊണ്ടാണ് അതൊരു ഈക്വൽ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ് മുഴുവൻ ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എലമെന്റ് ഓഫ് ആറ്റോമിക് നമ്പർ 26 will found in group. ഏത് ഗ്രൂപ്പിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് 26 ഏത് എലമെന്റ് ആണ് എന്താണ് ഒന്നും തന്നിട്ടില്ല. ആറ്റോമിക് നമ്പർ 26 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്റെ പീരിയോഡിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതാം. 1s2 2s2 2p6 3s2 3p6 അടുത്തത് വരും എന്താണ് 4s2 3d 6ൽ വരുന്നതിന് മുമ്പേ എന്ത് ചെയ്യും 4s2ൽ വന്നെന്നറിയാം അല്ലേ. അങ്ങനെയാണല്ലോ അതിൻ്റെ എനർജീൻ്റെ. അപ്പോൾ 4s2 3d6. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ 3d6 ആണ് കേട്ടോ ആദ്യം എഴുതുക, ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പക്ഷെ ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത്രയും വരുന്നത് എന്ന് പറയുന്നത് 18 വന്നത് അല്ലേ. 18 എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആയിട്ടുള്ള ആർഗൺ ആണ് അല്ലേ. ആർഗൺ ഇൻറ്റു 3d6 4s2 എന്ന് എഴുതിയാലും മതി ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6 + 2. അങ്ങനെയാകുമ്പം ഇതിൻ്റെ ഗ്രൂപ്പ് ഏതാ വരിക? 8ാമത്തെ ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. ഗ്രൂപ്പ് വരുന്നത് 8ാമത്തെ ഗ്രൂപ്പാണ്. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഓപ്ഷൻ ബി. Next question. Which of the following electronic configuration of an atom has the lowest ionization energy? Ionization enthalpy. എന്താണ്? Which of the following electronic configuration of an atom has the lowest ionization enthalpy? 1s2 2s2 2p3 1s2 1 2s2 2p6 3s1 1s2 2s2 2p6 1s2 2s2 2p6 3s2. അപ്പം ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്താണ്? ലോവസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിൽ ഉള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എനർജിയാണ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജി അത് ഏറ്റവും കുറവ് ആരിലായിരിക്കും? ഇത് അതാ 1s2 2s2 2p3. ഇത് പാർഷ്യലി ഫിൽഡ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലാണ്. അപ്പൊ ഇതൊരു പാർഷ്യലി സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒന്ന് കളയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് 1s2 2s2 2p6 3s1. അപ്പൊ ഇത് നോക്കുക 3s1 ആണ്. ഇത് ഈ ഒരു ഇലക്ട്രോൺ ഞങ്ങൾ കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളി സ്റ്റേബിൾഡ് ആണ്. ഫുള്ളി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ആണ് 1s2 2s2 2p6. അപ്പോൾ ഇതിലെ s1 റിമൂവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. 1s2 2s2 2p6 വരില്ല. കാരണം എന്താ? ഇത് ഹൈലി സ്റ്റേബിൾ ആണ്, ഫുള്ളി സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ 1s2 2s2 2p6 3s2 ഇതും ഫുള്ളി സ്റ്റേബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് അത് സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ എത്തുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കുറവും ഓപ്ഷൻ ബി ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ ആണ് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് CV - CP ആർ റിലേറ്റഡ് ആസ്. ഈ ഒരു റിലേഷൻ ഒക്കെ പറയണമെങ്കിൽ ഒരുപാട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ജസ്റ്റ് റിലേഷൻ പറയാം. പക്ഷേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ് എന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പം ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് CV and CP ആർ റിലേറ്റഡ് വിത്ത് എന്താണ്? CP - CV = R. ഓപ്ഷൻ ഡി അതാണ്. അപ്പൊ എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ?
ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV is equal to nRT എന്നാണ്. CV is equal to PV equal to nRT എന്നതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അത് ഞാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് മാത്രം പറഞ്ഞാൽ PV equal to nRT ഇത് മുഴുവൻ പറയണമെങ്കിൽ ഒരുപാട് സമയം വേണം. അതിലെ P എന്ന് പറയുന്നത് പ്രഷറാണ്, V എന്ന് പറയുന്നത് എന്താണ്, വോളിയം. P പ്രഷർ, V വോളിയം, N എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, R എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. R ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, N എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, P എന്ന് പറയുന്നത് പ്രഷർ, V എന്ന് പറയുന്നത് വോളിയം. ഇത് വെച്ചിട്ട് ചിലപ്പം പ്രൊപ്പോർഷണാലിറ്റി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഒക്കെ ചിലപ്പം ചോദിച്ചേക്കാം. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ നന്നായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. PV equal to nRT. Then next question, when water is added to quicklime, the reaction is explosive, endothermic, exothermic, photochemical. When water is added to quicklime, quicklime എന്താ? quicklime എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ്. quicklime എന്ന് പറയുന്നത് ഈ quicklime-ലോട്ടേക്ക് വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ ആൻസർ കിട്ടുക? റിയാക്ഷന്റെ പ്രൊഡക്റ്റ് എന്താ കിട്ടുക? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ക്വിക്ലൈമിലോട്ടേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതിൻ്റെ കൂടെ കുറച്ച് ഹീറ്റ് എനർജിയും കൂടെ കിട്ടും. എന്താണ്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച്. ഇത് നെഗറ്റീവ് ആണ് കേട്ടോ. ഇതിന്റെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡെൽറ്റ എച്ച് നമുക്ക് കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ആണിത്. കാൽഷ്യം ഓക്സൈഡിലേക്ക് വാട്ടർ ചേർക്കുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. പ്ലസ് അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് നെഗറ്റീവ്, കുറച്ച് ഹീറ്റിനെ റിലീസ് ചെയ്യും. ഇത് കുറച്ച് ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന റിയാക്ഷനെ പറയുന്ന പേരെന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ. ഹീറ്റിനെ റിലീസ് ചെയ്യുന്നതാണ് എക്സോതെർമിക് റിയാക്ഷൻ. ഓപ്ഷൻ സി, എക്സോതെർമിc reaction. The next question is, according to Lewis concept, an acid is a proton donor, electron pair donor, electron pair acceptor, proton acceptor. According to Lewis concept, an acid is option C, electron pair acceptor. Then next question, Le Chatelier's principle is applicable to only homogeneous chemical reversible reaction, only heterogeneous chemical reversible reaction, only physical equilibria, all systems chemical or physical inequilibrium. Le Chatelier പ്രിൻസിപ്പിൾ ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. Le Chatelier പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി, ഓൾ സിസ്റ്റംസ് കെമിക്കൽ ഓർ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചേക്കാം, Le Chatelier പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയുന്നത്. When a simple system in thermodynamic equilibrium, thermodynamic equilibriumത്തിലുള്ള ഒരു സിമ്പിൾ സിസ്റ്റത്തിന് അതിൻ്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ടു ചേഞ്ച് ഇൻ എന്തൊക്കെ പറ്റും? അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? ഒന്നുകിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയത്തിലും പുതിയൊരു ഇക്വിലിബ്രിയത്തിൻ്റെയും സിസ്റ്റം ചേഞ്ച് വരും. ആണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, അതിൻ്റെ നമ്മൾ എന്തെങ്കിലും പിടികിട്ടിയും നമ്മൾ ആ ഒരു ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമുക്ക് വേറൊരു ഇക്വിലിബ്രിയത്തിലേക്കുള്ള ഒരു ചേഞ്ച് നമുക്ക് വരില്ലേ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഒരു സിമ്പിൾ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരികയാണ്, അതിൻ്റെ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, വോളിയം അല്ലെങ്കിൽ പ്രഷർ, ഇതിൽ ഏതെങ്കിലും ഒന്നിന് ചേഞ്ച് വരുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഒരു പുതിയൊരു ഇക്വിലിബ്രിയത്തിൻ്റെ ഇതിനും സിസ്റ്റം ചേഞ്ച് വരുത്തും. പിന്നെ എന്ത് ചെയ്യുന്നു? this change is partially counteract the applied change. അതിൻ്റെ അപ്ലൈഡ് ചേഞ്ചിനെ counteract ചെയ്യുകയും ചെയ്യും. The change partly counteract the applied change. When a simple system in thermodynamic equilibrium is subjected to a change in concentration, temperature, volume or pressure, the system changes to a new equilibrium and this change partly counteract the applied change. ഇത്രയാണ് Le Chatelier പ്രിൻസിപ്പിൾ പറയുന്നത്.
ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്കുലർ ഫോർമുലയെ ബിലോങ് ടു ദ ആൽക്കെയിൻ. ആൽക്കെയിനിന്റെ മോളിക്കുലർ ഫോർമുലയിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ C7H14, C10H22, C9H16, then C16H32. എന്താണ് നമ്മൾ പറഞ്ഞത്? ആൽക്കൈൻ എന്നാണ്. ആൽക്കൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രിപ്പിൾ ബോണ്ടാണ്. ട്രിപ്പിൾ ബോണ്ടാണ് ആൽക്കൈൻ എന്ന് പറയുന്നത്. ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, C9H16. അപ്പോൾ ആൽക്കൈൻ എങ്ങനെയാണ് അതിന്റെ ഫോർമുല വരിക? CN ഓർത്ത് വെച്ചേക്കുക, H2N-2. CnH2n-2 ആണ് ആൽക്കൈൻ. ഇനി ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ANE വന്നു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആണ് അല്ലേ? ഈ സിംഗിൾ ബോണ്ടിൻ്റെത് എന്താ? CnH2n+2. ഇതാണ് ആൽക്കൈനിൻ്റെത്. ഇനി ആൽക്കീനിൻ്റെത് എന്താണാവോ? ആൽക്കീനും ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ? ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട്. അപ്പൊ അതിന്റെ ഫോർമുല എന്താ? CnH2n. ഓക്കെ, CnH2n-2 ആണ് ആൽക്കൈനിൻ്റെത്. ആൽക്കൈനിൻ്റെതാണ് CnH2n+2. ആൽക്കീനിൻ്റെതാണ് CnH2n. അപ്പോൾ ഈ മൂന്നും മറക്കാതെ ഓർത്ത് വെച്ചേക്കുക. ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ സിലബസിൽ ഒരുപാട് പറഞ്ഞതാണ്. ഇനി അടുത്തതാണ് A miscible mixture of benzene and chloroform can be separated by sublimation, distillation, filtration, crystallization. A miscible mixture of benzene and chloroform can be separated by sublimation, distillation, and filtration, crystallization. Option answer is option B, distillation. Distillation എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രണ്ട് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മിക്സർ ഓഫ് ബെൻസീൻ ആൻഡ് ക്ലോറോഫോം. ബെൻസീനിന്റെയും ക്ലോറോഫോമിന്റെയും മിക്സർ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ബോയിലിംഗ് പോയിന്റിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റിലേഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. എന്തൊക്കെ ഡിസ്റ്റിലേഷൻ? സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഉണ്ട്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉണ്ട്. സിമ്പിൾ ഡിസ്റ്റിലേഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റിലുള്ള ഡിഫറൻസ്. ഒന്ന് എങ്ങനെ നമുക്ക് പറയാം? ഒന്ന് 100 വാട്ടറും സോൾട്ടും തമ്മിലുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം 100ഉം 800 സംതിങ് എത്രയോ ആണ് സോൾട്ടിന്റെ ബോയിലിംഗ് പോയിന്റ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സിമ്പിൾ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് വളരെ അടുത്തായിരിക്കണം. അപ്പോൾ മെഥനോൾ, എഥനോൾ എന്നിൻ്റെയൊക്കെ പോലെയുള്ള മെഥനോളിന്റെ ബോയിലിംഗ് പോയിന്റ് ഐ തിങ്ക് 63 സംതിങ് എങ്ങാനുമാണ്. എഥനോളിൻ്റെത് 70 സംതിങ് ആണ്. അപ്പോൾ ഇത്രയും അടുത്തടുത്തുള്ള ബോയിലിംഗ് പോയിന്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ മുമ്പേ ഡിസ്റ്റിലേഷൻ ആൻഡ് ഡിയനൈസേഷൻ അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ട് MLTന്റെ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതൊന്ന് നോക്കുക. അപ്പൊ അത് ഞാൻ മേലെ കാർഡ് ഇട്ടേക്കാം, നിങ്ങളൊന്ന് അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരും. ഇനി നെക്സ്റ്റ് വൺ ആണ് when the washing soda is heating, carbon monoxide is released, carbon monoxide plus carbon dioxide is released, carbon dioxide is released, water vapor are released. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു അല്ലേ വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ എന്താണ്? കഴിഞ്ഞ പാർട്ടിൽ വാഷിംഗ് സോഡന്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക്. ഐ തിങ്ക് Na2CO3 ആണ് വാഷിംഗ് സോഡ അല്ലേ? അപ്പൊ Na2CO3 അതിന്റെ വാട്ടർ മോളിക്യൂൾ എത്ര വാട്ടർ മോളിക്യൂളാണ്? 10H2O. അപ്പൊ ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുവാണ് എന്നാ പറഞ്ഞത്. ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ് എന്നാ ചോദിച്ചത്. എന്താണ് റിലീസ് ചെയ്യുന്നത്? അത് തന്നെയാണല്ലോ പ്രൊഡക്റ്റ്. Na2CO3 പ്ലസ് 10H2O. ഇത് മാത്രമേ നമ്മുടെ ഇത് വരുള്ളൂ. ഓക്കെ, ഇത് മാത്രമേ നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ട് വരുള്ളൂ. Na2CO3നെ
എത്ര നമ്മൾ ഹീറ്റ് ചെയ്യുവാണെങ്കിലും ഇതൊരിക്കലും ഇത് ഡീകമ്പോസ് ചെയ്യില്ല. ഡസ് നോട്ട് ഡീകമ്പോസ് ആണ്, ഡസ് നോട്ട് ഡീകമ്പോസ് ആണ്. ഇത് ഡീകമ്പോസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആൻസർ ആയിട്ട് വരുള്ളൂ. പക്ഷേ ഇത് Na2CO3ൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്, അത് എത്ര ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതെന്ത് ചെയ്യില്ല, ഡീകമ്പോസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ Na2CO3ൻ്റെ കൂടെ അത് വാട്ടർ വേപ്പറിനെ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, റിലീസ് ചെയ്യുള്ളൂ. Next question, in a diborane molecule 4 bridged hydrogen and 2 terminal hydrogens are present. 2 bridged hydrogen and 4 terminal hydrogens are present. 3 bridged hydrogen and 3 terminal hydrogens are present. Option D, none of the above. In diborane molecule, diborane എന്താണ് ഇതിന്റെ ഫോർമുല? B2H6. ഇതാണ് ഡൈബോറൈൻ മോളിക്യൂൾ. ഡൈബോറൈൻ മോളിക്യൂളിന്റെ ഫോർമുലയാണ് B2H6. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2 bridged hydrogen and 4 terminal hydrogens are present. ഇതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം. ഇത് ലീനിയർ ആയിട്ട് രണ്ട് ബോറോൺ, ഡൈബോറൈൻ ആണല്ലോ ബോറോൺ. ഇതിന്റെ കൂടെ സോറി ജസ്റ്റ് മിനിറ്റ്, എന്താ ഒരു 2 ബോറിൻ, അത് രണ്ടും സെയിം പ്ലെയിനിൽ തന്നെ ആയിരിക്കണം, അത് നിർബന്ധമാണ്. ഇനി അടുത്തത് ഹൈഡ്രജൻ. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെയും ഒരു ഹൈഡ്രജൻ, ഇവിടെയും ഒരു ഹൈഡ്രജൻ. അപ്പം 4 ഹൈഡ്രജൻ ആയല്ലോ. ഇനി ബാക്കി 2 ഹൈഡ്രജനും കൂടെ ഉണ്ട് അല്ലേ, 2 ഹൈഡ്രജനും കൂടെ ഉണ്ട്. അപ്പം ഇത് ഫോം ചെയ്യുന്നത് ബ്രിഡ്ജ് ആയിട്ടാണ്, ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ്. ആൻഡ് ഇവിടെയുള്ള ഹൈഡ്രജന് ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ ഒരു കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്യുക. ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പോൾ ഇതിലുള്ള ആൻസർ മനസ്സിലായല്ലോ. 2 bridged hydrogen and 2 bridged hydrogens and 4 terminal hydrogens are present. അതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ. ഇവിടെ സെൻട്രലിലുള്ളതാണ് ബ്രിഡ്ജഡ് ആയിട്ടുള്ള 2 ഹൈഡ്രജനും, പിന്നെ കോർണറിലുള്ളതാണ് 4 ഹൈഡ്രജൻ, അതാണ് 4 terminal hydrogen എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഹൈബ്രിഡൈസേഷനും കൂടെ എടുത്തു വെച്ചേക്കാം. ഏതാണ്? sp3 ആണ് ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ. ഏതാണ്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ എ ഗ്രാഫൈറ്റ് ദ ഇലക്ട്രോൺസ് ആർ In graphite, the electrons are localized on every third carbon atom present in anti-bonding orbitals, localized on each carbon atom spread out between the structure. In graphite, the electrons are. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ ലൈവ് ക്ലാസ് എടുത്തിരുന്നല്ലോ, ടെലഗ്രാമിലെ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു ഇതാണ് ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പറയാം. എന്താണ് ഗ്രാഫൈറ്റിൽ ഇലക്ട്രോൺസ് ആർ സ്പ്രെഡ് ഔട്ട് ബിറ്റ്വീൻ ദ സ്ട്രക്ചർ. ഓപ്ഷൻ ഡി. Then next one, the dihedral angle in a stacked conformation of C2H6. Dihedral angle in stacked conformation of C2H6. നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടാബുലാർ കോളം കൊടുത്തിട്ടുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ SCERTന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടാബുലാർ കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നിൻ്റെ ആംഗിളും ഇതൊക്കെ. അപ്പം അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം അത് മാത്രം മതിയാവും ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്താൽ. ദ ഡൈഹൈഡ്രൽ ആംഗിൾ ഇൻ ദ സ്റ്റാഗ്ഡ് കൺഫർമേഷൻ ഓഫ് C2H6 is option B, 60 degree. Then next question, നമ്മുടെ
കെമിസ്ട്രിയും കഴിഞ്ഞു കേട്ടോ. അതുപോലെ 80 ക്വസ്റ്റ്യനായി കെമിസ്ട്രി കഴിഞ്ഞു. ഇനി അടുത്തതാണ് എന്ത്, നമ്മുടെ സുവോളജിയും ബോട്ടണിയും. എന്താണ്? The protists have which of the following? Free nucleic acid aggregates, nucleoprotein in direct contact with the rest of the cell substance, membrane bound nucleoprotein with the ecosystem, nucleoproteins condensed together in a loose mass. The protists have which of the following എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓപ്ഷൻ C, membrane bound nucleoprotein within the cytoplasm. Membrane bound nucleoproteins within the cytoplasm. ഇതാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ C. Next question. Theo Dehner discovered first one, bacteriophage, infectious protein, free infectious DNA, free infectious RNA. Theo Dehner discovered option D, free infectious RNA. Then next question is, angiosperms are the dominant flora because of domestication by man, power of adapting in diverse habitats, self-pollination property, property of producing a large number of seeds. Angiosperms are the dominant flora because of option B, power of adapting in diverse habitats. അതുകൊണ്ടാണ് ആൻജിയോസ്പെർമ ഡോമിനന്റ് ഫ്ലോറ ആവുന്നത്. പവർ ഓഫ് അഡാപ്റ്റിംഗ് ഇൻ ഡൈവേഴ്സ് ഹാബിറ്റാറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് ദ മിസ്മാച്ച്ഡ് പെയർ. സൈക്കസ് ഡയേഷ്യസ്, ഇക്വിസ്റ്റം ഹോമോസ്പോറസ്, സാൽവീനിയ ഹെറ്ററോസ്പോറസ്, പൈനസ് ഡയേഷ്യസ്. പിക്ക് ദ മിസ്മാച്ച് പെയർ. ഓപ്ഷൻ ഡി, പൈനസ്. പൈനസ് എന്താണ്? മൊണേഷ്യസ് ആണ്. പൈനസ് എന്ന് പറയുന്നത് മൊണേഷ്യസ് ആണ്. Then next question is, which of the following combination is incorrect? Nematoda, roundworms, pseudocoelomate, Calcarea, gastrovascular cavity, coelom present, Echinodermata, coelom present, bilateral symmetry, Platyhelminthes, gastrovascular cavity, flatworm, coelomate. Which of the following combination is incorrect എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി, Calcarea, gastrovascular cavity, coelom present. ഇത് രണ്ടും തെറ്റ്. ഇതാണ് incorrect. ഓപ്ഷൻ ബി. Then next question. Dash is a protein deficiency disorder. ഇതില്ലേ, ഇത് ഓപ്ഷൻ ഇങ്ങോട്ടേക്ക് കയറി വന്നതാണ്. Dash is a protein deficiency disorder. Anemia, Kwashiorkor, scurvy, none of the above. ചെറിയൊരു ക്ലൂ കിട്ടിയില്ലേ. Dash is the protein deficiency disorder is scurvy. ഓപ്ഷൻ സി, വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി. The next question. Enterokinase help in conversion of lactose to sucrose, trypsinogen into trypsin, pepsinogen into pepsin, protein into polypeptide. Enterokinase helps in the conversion of option B, trypsinogen into trypsin. Trypsinogen into trypsin ആണ് enterokinase conversion നടക്കുന്നത്. ഇനി next question. Pick out the statement that is wrong with respect to insect. Abdominal muscle do not take part in respiration. When abdominal muscle relax, the air is drawn in through spiracles and tracheolas. Contracting abdominal muscle drive the air out through the spiracles, both 2 and 3. Abdominal muscles do not take part in respiration. എന്താണ് ചോദ്യം? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോങ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഇൻസെക്ട്. ഇൻസെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം റോങ് ആയിട്ടുള്ള കണ്ടീഷൻ ഏതാണ് എന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ, അബ്ഡോമിനൽ മസിൽ ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ respiration. The next one, severe loss of blood due to trauma is called exsanguination, hemolysis, concussion, none of the above. Severe loss of blood due to trauma. Option A, exsanguination. നമ്മുടെ സിലബസിൽ ഇല്ല കേട്ടോ. Severe loss of blood due to trauma is called exsanguination.
അങ്ങനെയും വരാം, പുറത്തുനിന്നും ക്വസ്റ്റ്യൻ വരാം. അടുത്തത് nitrogenous wastes excreted through urine in human is trimethyl amine oxide, ammonia, uric acid, urea. Nitrogenous waste excreted through urine in human is urea. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ? ഓപ്ഷൻ ഡി. Then next question, which of the following is accurate? Human have 2 pair of false floating ribs. Humans have 1 pair of false floating ribs. Humans have 3 pair of false floating ribs. എത്ര എണ്ണാണ്? അതാണ് ആക്യുറേറ്റ് ആയിട്ട് അറിയേണ്ടത്. എത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? Humans have 2 pair of false floating ribs. Option A. The next question, one of the action of the parasympathetic nerve system is inhibit peristalsis, constriction of pupils, dilate bronchiole, set secretion. Parasympathetic nerve system, അത് കുറച്ചധികം തന്നെ അതിൻ്റെ ഇത് പഠിക്കാനുണ്ട് അല്ലേ? പാരാസിമ്പത്തറ്റിക്കും സിമ്പത്തറ്റിക്കും മാറിപ്പോകും. വൺ ഓഫ് ദ ആക്ഷൻ ഓഫ് ദി പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം is option B, constriction of pupils. Option B. The next one, which of the following statement is correct? Sporogenous tissue is haploid. The hard outer layer of pollen is called intine. Tapetum nourishes the developing pollen. Microspores are produced by endothecium. Which of the following statement is correct? Option C, tapetum nourishes the developing pollen. Which of the following statement is correct? എന്നാ ചോദിച്ചത് ഓപ്ഷൻ സി, tapetum nourishes the developing pollen. The next one, color blindness is an dash linked recessive trait. ഏത് ക്രോമസോം ലിങ്ക്ഡ് ആണ് കളർ ബ്ലൈൻഡ്നെസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കളർ ബ്ലൈൻഡ്നെസ് is an dash linked recessive trait. Option C. ഏതാണ്? X chromosome. Color blindness is an X chromosome linked recessive trait. The next one, a man marries a woman and both do not show any apparent traits of inherited diseases. 5 sons and 2 daughters are born, and 3 of their sons suffer from a disease. However, none of the daughter is affected. The following mode of inheritance for the disease is. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിക്കണേ. എ മാൻ മാരീസ്, ഒരു ആള് കല്യാണം കഴിച്ചു, ആൻഡ് ഒരു ഡിസീസും ഒരു ഇൻഹെറിറ്റന്റ് ഡിസീസും രണ്ടുപേർക്കും ഇല്ല. അവർക്ക് എന്ത് വന്നു? എത്രയാണ്? 5 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ടായി. അതില് 3 ആൺമക്കള് ഒരു ഡിസീസ് കൊണ്ട് സഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒറ്റ പെൺകുട്ടികളും ആ ഡിസീസ് ഇല്ല. അപ്പം ഏതാണ് ഇൻഹെറിറ്റന്റ് ഡിസീസ് വന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. സെക്സ് ലിങ്ക്ഡ് റെസസീവ്, സെക്സ് ലിങ്ക്ഡ് ഡോമിനന്റ്, ഓട്ടോസോമൽ ഡോമിനന്റ്, നൺ ഓഫ് ദി അബവ്. ഇത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആരും ടെൻഷൻ ആവണ്ട, കുറച്ചൊരു ടൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ എ, സെക്സ് ലിങ്ക്ഡ് റെസസീവ്. Then next question, southern blotting is attachment of probes to DNA fragments, transfer of DNA fragments from electrophoretic gel to a nitrocellulose sheet, comparison of DNA fragments of 2 sources, transfer of DNA fragments to electrophoric gel from cellulose membrane. Southern blotting is എന്താണ് southern blotting എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. എന്താണ്? ട്രാൻസ്ഫർ ഓഫ് DNA fragments from electrophoretic gel to a nitrocellulose sheet ആണ്. സെല്ലുലോസ് മാത്രമല്ല നമുക്ക് പറയേണ്ടത്, nitrocellulose sheet ആണ്. The next one, which bacterium is used in the production of insulin by genetic engineering? Which bacterium is used in the production of insulin by genetic engineering?
Saccharomyces, Rhizobium, Escherichia, Mycobacterium. Which bacterium is used in the production of insulin by genetic engineering? Saccharomyces, Rhizobium, Escherichia, Mycobacterium. Option C, Escherichia. Then next one, what is the nature of a strands of DNA duplex? Anti-parallel and complementary, identical and complementary, anti-parallel and non-complementary, dissimilar and non-complementary. What is the nature of strands of the DNA duplex? Option A ആണ് എന്താണ് anti-parallel and complementary, anti-parallel and complementary DNA duplex ഇട്ടത്. Then next one ആണ് the transfer of pollen from anther to stigma is called pollination, fertilization, adoption, diffusion. The transfer of pollen from the anther to stigma is called option A, pollination. Then next one, a dioecious flowering plants prevent geitonogamy and xenogamy, autogamy and xenogamy, autogamy and geitonogamy, cleistogamy and xenogamy. A dioecious flowering plant prevent option C, autogamy and geitonogamy. A flowering plant prevents autogamy and geitonogamy. അപ്പോൾ ഇത്രയാണ് നമ്മൾ 100 ക്വസ്റ്റ്യൻ ഇതുവരെ ഡിസ്കസ് ചെയ്തു. ഇതാണ് 100 ക്വസ്റ്റ്യൻ. ഇനി ഇതിൻ്റെ നമുക്ക് പറ്റിയാൽ ഒരു പാർട്ടും കൂടെ ഇടാം, ശ്രമിക്കാം മാക്സിമം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകൾ പോയി കാണുക. കാരണം അതിൽ ഏകദേശം നമ്മുടെ MLT ക്ലാസ്സുകൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് എല്ലാവരും പോയി കാണുക. കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആ ക്ലാസ്സുകളെങ്കിലും കാണാൻ ശ്രമിക്കുക. ഫിസിക്സിൻ്റെ ഒക്കെ കുറച്ച് എത്തിയിട്ടേ ഉള്ളൂ, പക്ഷേ MLT ഏകദേശം ഉണ്ട്. അപ്പോൾ അത് മുഴുവനൊന്ന് കണ്ടിട്ട് തന്നെ പോവുക. കാരണം MLT 50 മാർക്ക് ഉണ്ട്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ പാർട്ട് 1 ഞാൻ ചെയ്യാം. പാർട്ട് 1 ചെയ്യാതെ ഇത് വന്നവർ ഒന്ന് ആ പാർട്ട് 1 ഒന്ന് കണ്ടു നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ് മീ. താങ്ക് യു.